നിങ്ങൾക്ക് ഓറഞ്ച് ഇഷ്ടമാണോ? എനിക്ക് ഓറഞ്ച് ഇഷ്ടമാണ് കേട്ടോ. ഓറഞ്ച് കഴിച്ചിട്ട് തൊലി നിങ്ങൾ കളയാറല്ലേ പതിവ്? ഇനി കളയരുത് കേട്ടോ. അതുകൊണ്ടൊരു സൂപ്പർ അച്ചാർ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 3 ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും നമുക്ക് ചതക്കിയെടുക്കാം. ഉലുവയും കടുകും വറുത്തെടുക്കാം. ഇനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങിയാലോ? ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ, നല്ലെണ്ണ. എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2 എണ്ണം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഓറഞ്ച് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അച്ചാർ പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു അച്ചാർ റെസിപ്പിയാണേ. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് പെട്ടെന്ന് കേടുവരുത്തൊന്നുമില്ല കേട്ടോ. നനവ് തട്ടാത്ത ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും കേടുവരത്തില്ല. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും നന്നായി വറുത്തെടുത്ത് പൊടിച്ചത് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണേ. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ ഓറഞ്ച് അച്ചാർ റെഡിയായി. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്കും ഇഷ്ടമാകും. വെറുതെ കഴിക്കാനും നെയ്ച്ചോറിലേക്കും ബിരിയാണിയിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. സുർക്ക ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. വേഗത്തിൽ സുർക്ക ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കാനൊക്കെ തോന്നുന്നില്ലേ? വേഗം പോയി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ.